അസ്സലാമു ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയ റെസിപ്പിയാണ്. പിന്നെ മൈദ ഒന്നുമില്ല, അതിൽ ഞാൻ ഗോതമ്പ് പൊടിയിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ വീഡിയോയിലോട്ട് പോവാം. ഗ്യാസിൽ പാൻ വെച്ചിട്ട് പാൻ ഇപ്പം ചൂടായിട്ട് ഇതിലോട്ട് ഒരു 250 ഗ്രാമോളം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയുടെ സാധനം. ഇത് 250 ml കപ്പാണ്. ഇപ്പോൾ ഏകദേശം 250 ഗ്രാം വരും കേട്ടോ. ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ചപ്പാത്തിപ്പൊടി ഈ ചൂടുള്ള പാനിലിട്ടിട്ട് ഒന്ന് 2 മിനിറ്റോളം കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. കളർ മാറുന്ന വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ ആയിട്ടുണ്ട്. ഈ കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് പാനൊന്ന് മാറ്റണം, അല്ലെങ്കിൽ പാനിൻ്റെ ചൂടിൽ അടി കരിഞ്ഞു പോകും കേട്ടോ. ഞാൻ പാനൊന്ന് മാറ്റട്ടെ. ഞാൻ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് പൊടി. ഇനി ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്. 2 പച്ചമുളക് കട്ട് ചെയ്തത്. ലേശം കരിവേപ്പില. 1 ചെറുനാരങ്ങൻ്റെ നീരിട്ട്, പകുതി മുറിൻ്റെ നീര്, കുരുവൊന്നും വീഴാതെ ശ്രദ്ധിച്ച് വേണം കേട്ടോ. അങ്ങനെ അപ്പോൾ ഒരു പകുതി ചെറുനാരങ്ങ ഇതിലോട്ട് പിഴിയുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട കേട്ടോ. അത് ഓപ്ഷണലാണ്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യുക, ക്യാബേജ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യുക. ചെറിയ ജീരകം ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്യുന്നുണ്ട്. സാധാ റവയാണ്, വറുക്കാത്തത്, സാധാ റവ. മൂന്ന് ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്തു. 2 ടേബിൾ സ്പൂൺ തൈര്. ഇതും ഓപ്ഷണലാണ്, പക്ഷെ തൈരിട്ട നല്ലൊരു ഫ്ലേവറുമാണ്. തൈരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട. 1/2 ടീസ്പൂൺ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, 1/2 ടീസ്പൂൺ ഓയിലും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൽ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു ഡോ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ചപ്പാത്തീൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഡോ റെഡിയാക്കി എടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ആഡ് ചെയ്ത് കുറേശ്ശെ വെള്ളം വേണം ആഡ് ചെയ്ത് കുഴച്ചെടുക്കണം കേട്ടോ. പറ്റേ ലൂസ് ആവരുത്. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതിന് ചപ്പാത്തി പരത്തിൻ്റെ പലകമ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. സൈഡൊക്കെ സ്പൂണിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടി കുറയരുത്, കൂടും ചെയ്യരുത്. ഈ ഒരു കട്ടിയിൽ കേട്ടോ, ഈ ഒരു കട്ടിയിൽ പരത്തിയെടുക്കുക. ഇതേത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ട്രയാങ്കിളിൻ്റെ ഷേപ്പാണ് കട്ട് ചെയ്യണത്. ഒരു നൈഫ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതപ്പോൾ ഞാൻ ഇത് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുക, ഷാലോ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുക. ബേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പുറമേ കൂടി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യണം. എന്നിട്ട് 180 ഡിഗ്രിയിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യുക. ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി.
പിന്നെ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇത് ഡയറക്റ്റ് കൊണ്ടുപോയി ഇപ്പോൾ പൊരിക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നന്നായി സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഷേപ്പൊക്കെ നല്ല പെർഫെക്റ്റായി കിട്ടും. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഇത് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. ഗ്യാസ് ഒരു പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ട് നമ്മൾ ഫ്രീസറിൽ നിന്ന് 10 മിനിറ്റോളം ഞാൻ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിട്ട് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ചെയ്യുന്ന ഒരുപാട് എണ്ണയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഷാലോ ഫ്രൈ ചെയ്യുന്നത് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് അത് ഞാൻ കോരിയെടുക്കാണ്. ഇതേ രീതിയിൽ എല്ലാ ബാച്ചും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ട് നമ്മുടെ ആട്ട ട്രയാങ്കിൾസ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലുള്ള സാധാ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയ റെസിപ്പിയാണ്. പിന്നെ മൈദ ഒന്നുമല്ല, ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ ഹെൽത്തിയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും ഒന്ന് അമർത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്.